ഇരവഞ്ചിപ്പുഴയോരത്ത് കക്കാട് മാളിയേക്കൽ കടവിനും കോട്ടമുഴിക്കുമിടയിൽ വയോജന വിശ്രമ കേന്ദ്രം നിർമ്മിക്കാൻ ശ്രമിക്കുമെന്ന് CK കാസിം MLA പറഞ്ഞു. കക്കാടിലെ കക്കാടംകുന്ന് റെസിഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരവഴിഞ്ഞിപ്പുഴയോരത്ത് കക്കാട് മാളിയേക്കൽ കടവിനും കോട്ടമുഴിക്കുമിടയിൽ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ വയോജന വിശ്രമ കേന്ദ്രം നിർമ്മിക്കാൻ ശ്രമിക്കുമെന്ന് CK കാസിം MLA പറഞ്ഞു. കക്കാടിൽ കക്കാടംകുന്ന് റെസിഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച അനുമോദന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടിൻ്റെ വികസനത്തിനും നാടിനെ സന്തോഷകരമായ മുന്നോട്ടുപോക്കിൽ വളരെ ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂട്ടായ്മകൾ രൂപപ്പെട്ട് കിട്ടാനാണ് പ്രയാസം. പല കൂട്ടായ്മകളും രൂപപ്പെട്ടാൽ തന്നെ അത് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കാറില്ല. എന്നാൽ അതിനൊക്കെ ഒരു മാതൃകയാകുന്ന രൂപത്തിലാണ് ഇന്ന് കക്കാടംകുന്ന് റെസിഡൻഷ്യൽ അസോസിയേഷൻ ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതു സംബന്ധിച്ച സാങ്കേതിക വശങ്ങൾ പരിശോധിച്ച് നടപടിയുണ്ടാവുമെന്ന് MLA പറഞ്ഞു. അനുമോദന സംഗമവും റെസിഡൻസിലെ വിദ്യാർത്ഥി പ്രതിഭകൾക്കുള്ള ഉപഹാര സമർപ്പണവും MLA ഉദ്ഘാടനം ചെയ്തു. കാടുമൂടി വന്യജീവി സങ്കേതമായി മാറിയ പുഴയോരത്തെ മാലിന്യത്തിൽ നിന്നും സാമൂഹ്യ വിരുദ്ധരുടെ ശല്യത്തിൽ നിന്നും മോചിപ്പിച്ച് ഇരുവഴിഞ്ഞിയുടെ കുളിർമയും പ്രകൃതിയുടെ ശാന്തതയും ആസ്വദിച്ച് ഇരിക്കാനും നടക്കാനും പറ്റിയ കേന്ദ്രമാക്കാനാണ് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടിരുന്നത്. ഇതിനനുയോജ്യമായ പ്ലാൻ റെസിഡൻസ് മുൻ പ്രസിഡന്റ് ആർക്കിടെക്ട് എഞ്ചിനീയർ ജാഫർ അലി തയ്യാറാക്കി നൽകുമെന്നും ഇവർ പറഞ്ഞു. മാളിയേക്കൽ അങ്ങാടിയിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കാരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് G. അബ്ദുൽ അക്ബർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. കല്ലടയിൽ മൂലയിൽ റോഡ് നവീകരണം പൂർത്തീകരിക്കണമെന്നും വനിതാ സാംസ്കാരിക നിലയം പ്രവർത്തന സജ്ജമാക്കണമെന്നും ഗ്രാമപഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു. പരിപാടിയിൽ പ്രസിഡന്റ് മുഹമ്മദ് മാളിയേക്കൽ അധ്യക്ഷനായിരുന്നു. കോർഡിനേറ്റർ മുഹമ്മദ് കക്കാട് നിവേദന വിശദീകരണം നടത്തി. വാർഡ് മെമ്പർ ഹസീന ബഷീർ, മാസ് റിയാദ് കോർഡിനേറ്റർ ജബ്ബാർ കല്ലടയിൽ, മുഖ പ്രസ് ക്ലബ് പ്രസിഡന്റ് C. ഫസൽ ബാബു, KPR വായനശാല പ്രസിഡന്റ് അഹമ്മദ് കുട്ടി മഞ്ചറ, എടത്തിൽ അബ്ദുറഹ്മാൻ, P. ജാഫർ അലി എന്നിവർ അവാർഡ് വിതരണം ചെയ്തു. സെക്രട്ടറി KC ഇക്ബാൽ സ്വാഗതവും P. ബഷീർ ചടങ്ങിന് നന്ദിയും പറഞ്ഞു. തുടർന്ന് സംഗീത വിരുന്നും അരങ്ങേറി. CTV പ്രാദേശിക വാർത്ത മുക്കം.